ശാന്തി 1-10-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ദേഹി അഭിമാനി ആകുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യൂ. ഈ പ്രാക്ടീസിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് പുണ്യ ആത്മാവാകാൻ സാധിക്കുന്നത്. ചോദ്യം: ഏതൊരു നോളജ് കാരണമാണ് കുട്ടികളായ നിങ്ങൾ സദാ ഹർഷിതമായി ഇരിക്കുന്നത്? ഉത്തരം: നിങ്ങൾക്ക് നോളജ് ലഭിച്ചു. ഈ നാടകം വളരെ വണ്ടർഫുള്ളായി ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതിൽ ഓരോ ആക്ടറിൻ്റെയും അവിനാശി പാർട്ട് അടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കാരണത്താൽ നിങ്ങൾ സദാ ഹർഷിതമായി ഇരിക്കുന്നു. ചോദ്യം: ഏതൊരു വൈദഗ്ധ്യം ബാബയുടെ അടുത്ത് മാത്രമാണുള്ളത്, മറ്റുള്ളവരുടെ അടുക്കൽ ഇല്ല? ഉത്തരം: ദേഹി അഭിമാനി ആക്കുന്നതിൻ്റെ വൈദഗ്ധ്യം ഒരു ബാബയുടെ അടുക്കലാണുള്ളത്. കാരണം ആ ഒന്ന് സദാ ദേഹിയാണ്, സുപ്രീമാണ്. ഈ വൈദഗ്ധ്യം ഏതെങ്കിലും മനുഷ്യന് വരുക സാധ്യമല്ല. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക്, അതായത് ആത്മാക്കളെ പ്രതി ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു, ആദ്യം ഈ പ്രാക്ടീസ് ചെയ്യൂ. ഞാൻ ആത്മാവാണ്, ശരീരമല്ല. എപ്പോഴാണോ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നത്, അപ്പോൾ തന്നെയാണ് പരംപിതാവിനെ ഓർമ്മിക്കുന്നത്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുകയില്ലെങ്കിൽ പിന്നെ തീർച്ചയായും ലൗകിക സംബന്ധികളും തൊഴിലും മറ്റുമായിരിക്കും ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ആദ്യം ഈ പ്രാക്ടീസ് ഉണ്ടാകണം. ഞാൻ ആത്മാവാണ്. പിന്നെ ആത്മീയ പിതാവിൻ്റെ ഓർമ്മ നിലനിൽക്കും. ബാബ ഈ ശിക്ഷണം നൽകുന്നു, സ്വയം ദേഹമായി മനസ്സിലാക്കരുത്. ഈ ജ്ഞാനം ബാബ മുഴുവൻ കൽപ്പത്തിലും ഒരേ ഒരു തവണയാണ് നൽകുന്നത്. വീണ്ടും 5000 വർഷത്തിനു ശേഷം ഈ അറിവ് ലഭിക്കും. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുമെങ്കിൽ ബാബയുടെയും ഓർമ്മ വരും. പകുതി കൽപ്പം നിങ്ങൾ സ്വയം ദേഹമായി മനസ്സിലാക്കി. ഇപ്പോൾ സ്വയം ആത്മാവായി മനസ്സിലാക്കണം. ഏതുപോലെ നിങ്ങൾ ആത്മാവാണ്, ഞാനും ആത്മാവാകുന്നു, എന്നാൽ സുപ്രീമാണ്. ഞാൻ ആത്മാവ് തന്നെയാണ്. എനിക്ക് ഏതെങ്കിലും ദേഹം ഓർമ്മ വരുന്നതേയില്ല. ഈ ദാദായും ശരീരധാരിയാണല്ലോ. ആ ബാബ നിരാകാരമാണ്. ഈ പ്രജാപിത ബ്രഹ്മാവാണെങ്കിൽ സാകാരിയാണ്. ശിവ് ബാബയുടെ യഥാർത്ഥ നാമം തന്നെ ശിവൻ എന്നാകുന്നു. ആ ഒന്ന് ആത്മാവ് തന്നെയാണ്. കേവലം ആ ഒന്ന് ഉയർന്നതിലും ഉയർന്നത്, അതായത് സുപ്രീം ആത്മാവാണ്. കേവലം ഈ സമയത്ത് തന്നെയാണ് വന്ന് ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ആ ഒന്നിന് ഒരിക്കലും ദേഹാഭിമാനിയാകാൻ സാധിക്കില്ല. ദേഹാഭിമാനിയാകുന്നത് സാകാരി മനുഷ്യരാണ്. ആ ഒന്ന് നിരാകാരൻ തന്നെയാണ്. ആ ഒന്നിന് വന്ന് ഈ പ്രാക്ടീസ് ചെയ്യിക്കേണ്ടതുണ്ട്. പറയുന്നു, നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഞാൻ ആത്മാവാണ്. ഈ പാഠം ഇരുന്ന് പഠിക്കൂ. ഞാൻ ആത്മാവ് ശിവ് ബാബയുടെ സന്താനമാണ്. ഓരോ കാര്യത്തിൻ്റെയും പ്രാക്ടീസ് ആവശ്യമാണല്ലോ. ബാബ പുതിയ കാര്യമൊന്നുമല്ല മനസ്സിലാക്കിക്കുന്നത്. നിങ്ങൾ എപ്പോഴാണോ സ്വയം ആത്മാവാണെന്ന് ഉറച്ച രീതിയിൽ മനസ്സിലാക്കുന്നത്, അപ്പോൾ ബാബയും ഉറച്ച രീതിയിൽ ഓർമ്മയുണ്ടായിരിക്കും. ദേഹാഭിമാനം ഉണ്ടായിരിക്കുകയാണെങ്കിൽ ബാബയെ ഓർമ്മിക്കാൻ സാധിക്കില്ല. പകുതി കൽപ്പം നിങ്ങൾക്ക് ദേഹത്തിൻ്റെ അഹങ്കാരം നിലനിൽക്കുന്നു. ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. സത്യയുഗത്തിൽ ഇങ്ങനെ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ എന്ന് ആരും പഠിപ്പിക്കുന്നില്ല. ശരീരത്തിന് പേര് വയ്ക്കപ്പെടുക തന്നെ ചെയ്യുന്നു. ഇല്ലെങ്കിൽ പിന്നെ പരസ്പരം വിളിക്കുന്നതെങ്ങനെ? ഇവിടെ നിങ്ങൾ ബാബയിൽ നിന്നും ഏതൊരു സമ്പത്ത് നേടിയോ ആ പ്രാപ്തി അവിടെ നേടുന്നു. പിന്നെ വിളിക്കുന്നത് പേരുപയോഗിച്ചാണല്ലോ.
ശ്രീകൃഷ്ണന്റെയും ശരീരത്തിന്റെ പേരുണ്ടല്ലോ. പേരില്ലാതെ കാര്യവ്യവഹാരവും മറ്റും നടക്കുക സാധ്യമല്ല. അവിടെ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ എന്ന് പറയുകയുമില്ല. അവിടെ ആത്മാഭിമാനിയായി ഇരിക്കുക തന്നെ ചെയ്യുന്നു. ഈ പ്രാക്ടീസ് ഇപ്പോൾ നിങ്ങളെ ചെയ്യിക്കുന്നു. കാരണം പാപം വളരെയധികം കയറിയിരിക്കുകയാണ്. പതുക്കെ പതുക്കെ അല്പാൽപ്പം പാപം കയറി കയറി ഇപ്പോൾ ഫുൾ പാപാത്മാവായിരിക്കുകയാണ്. പകുതി കൽപ്പത്തേക്ക് എന്തെല്ലാം ചെയ്തോ അത് ഇല്ലാതാവുകയും ചെയ്യുമല്ലോ. പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. സത്യയുഗത്തിൽ നിങ്ങൾ സദോ പ്രധാനമാണ്. ത്രേതായിൽ സദോ ആയി മാറുന്നു. സമ്പത്ത് ഇപ്പോഴാണ് ലഭിക്കുന്നത്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. ഈ ദേഹി അഭിമാനി ആകുന്നതിൻ്റെ ശിക്ഷണം ബാബ ഇപ്പോഴാണ് നൽകുന്നത്. സത്യയുഗത്തിൽ ഈ ശിക്ഷണം ലഭിക്കുന്നില്ല. അവരവരുടെ പേരിൽ തന്നെയാണ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾ ഓരോരുത്തർക്കും ഓർമ്മയുടെ ബലത്തിലൂടെ പാപാത്മാവിൽ നിന്നും പുണ്യ ആത്മാവ് ആകേണ്ടതുണ്ട്. സത്യയുഗത്തിൽ ഈ ശിക്ഷണത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഈ ശിക്ഷണം അവിടെ നിങ്ങൾ നേടുന്നില്ല. അവിടേക്ക് ഈ ജ്ഞാനമോ യോഗമോ കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് പതീതത്തിൽ നിന്നും പാവനം ഇപ്പോൾ തന്നെയാണ് ആകേണ്ടത്. പിന്നെ പതുക്കെ പതുക്കെ കല കുറയുന്നു. ചന്ദ്രന്റെ കല കുറഞ്ഞു കുറഞ്ഞ് രേഖ ആകുന്നത് പോലെ. അപ്പോൾ ഇതിൽ കുഴങ്ങിപ്പോകാതിരിക്കൂ. ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ചോദിക്കൂ. ആദ്യം ഈ ഉറച്ച നിശ്ചയം വരുത്തൂ, ഞാൻ ആത്മാവാണ്. നിങ്ങളുടെ ആത്മാവ് തന്നെയാണ് ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നത്. ആദ്യം സദോ പ്രധാനമായിരുന്നു. പിന്നെ ദിനം പ്രതിദിനം കല കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ആത്മാവാണ്. ഇത് ഉറയ്ക്കാത്തത് കാരണം തന്നെയാണ് നിങ്ങൾ ബാബയെ മറന്നു പോകുന്നത്. ഏറ്റവും ആദ്യത്തെ മുഖ്യ കാര്യം തന്നെ ഇതാണ്. ആത്മാഭിമാനി ആകുന്നതിലൂടെ ബാബ ഓർമ്മ വരും. അപ്പോൾ സമ്പത്തും ഓർമ്മ വരും. സമ്പത്ത് ഓർമ്മ വരുമെങ്കിൽ പവിത്രമായിരിക്കുകയും ചെയ്യും. ദൈവിക ഗുണവും ഉണ്ടായിരിക്കും. എയിം ഓബ്ജക്റ്റ് മുന്നിലുണ്ടല്ലോ. ഇതാണ് ഗോഡ്ലി യൂണിവേഴ്സിറ്റി. ഭഗവാൻ പഠിപ്പിക്കുന്നു. ദേഹി അഭിമാനിയും ആ ഒന്നിനെ ആക്കാൻ സാധിക്കൂ. മറ്റാരും ഈ കല അറിയുന്നതേയില്ല. ഒരു ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഈ ദാതായും പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബയ്ക്ക് ദേഹി അഭിമാനിയാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യേണ്ടി വരും വിധം ബാബ ഒരിക്കലും ദേഹം എടുക്കുന്നതേയില്ല. ആ ഒന്ന് കേവലം ഈ സമയത്ത് തന്നെയാണ് വരുന്നത്, നിങ്ങളെ ദേഹി അഭിമാനി ആക്കുന്നതിനായി. ആരുടെ ശിരസിൽ കാര്യങ്ങളുണ്ടോ അവർക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും എന്ന് ചൊല്ലുണ്ട്. വളരെയധികം ജോലിയും മറ്റും ടൂ മച്ച് ആകുന്നുവെങ്കിൽ ഒഴിവ് സമയം ലഭിക്കുന്നില്ല. ആർക്ക് ഒഴിവ് സമയമുണ്ടോ അവർ വരുന്നു ബാബയുടെ മുന്നിൽ പുരുഷാർത്ഥം ചെയ്യുന്നതിനു വേണ്ടി. ചില പുതിയവരും വരുന്നു. നോളജ് വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഗീതയിലും ഈ വാക്കുണ്ട്, നിങ്ങൾ പിതാവിനെ ഓർമ്മിക്കൂ, അപ്പോൾ നിങ്ങളുടെ വികർമ്മം വിനാശമാകട്ടെ. ബാബ ഇത് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ ആരിലും കുറ്റം ആരോപിക്കുന്നില്ല. നിങ്ങൾക്ക് പാവനത്തിൽ നിന്നും പതീതം ആവുക തന്നെ വേണം എന്നത് അറിയുന്നുണ്ട്. എനിക്ക് വന്ന് പതീതത്തിൽ നിന്നും പാവനം ആക്കുക തന്നെ വേണം. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ഇതിൽ ആരുടെയും നിന്ദയുടെ കാര്യമില്ല. കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ ജ്ഞാനം നല്ല രീതിയിൽ അറിയുന്നുണ്ട്. മറ്റാരും ഈശ്വരനെ അറിയുന്നതേയില്ല. അതിനാൽ അനാഥരും നാസ്തികരും എന്ന് വിളിക്കപ്പെടുന്നു. ഇപ്പോൾ ബാബ കുട്ടികളായ നിങ്ങളെ എത്ര അറിവുള്ളവർ ആക്കുന്നു. ടീച്ചറിൻ്റെ രൂപത്തിൽ ശിക്ഷണം നൽകുന്നു. എങ്ങനെയാണ് ഈ സൃഷ്ടിയുടെ ചക്രം ചലിക്കുന്നത്? ഈ ശിക്ഷണം ലഭിക്കുന്നതിലൂടെ നിങ്ങളും നന്നാകുന്നു. ഭാരതം ശിവാലയമായിരുന്നു, അതിപ്പോൾ വേശ്യാലയം ആണല്ലോ. ഇതിൽ അധിക്ഷേപത്തിൻ്റെ കാര്യമേ ഇല്ല. ഇത് കളിയാണ്. അത് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു.
നിങ്ങൾ ദേവതയിൽ നിന്നും അസുരൻ എങ്ങനെയായി, എന്തുകൊണ്ടായി എന്ന് പറയുന്നില്ല. ബാബ വന്നിരിക്കുന്നത് തന്നെ കുട്ടികൾക്ക് തൻ്റെ പരിചയം നൽകുവാനാണ്. സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു എന്ന നോളജ് നൽകുകയും ചെയ്യുന്നു. മനുഷ്യർ തന്നെയാണല്ലോ അറിയുക. ഇപ്പോൾ നിങ്ങൾ അറിയുകയും പിന്നെ ദേവത ആവുകയും ചെയ്യുന്നു. ഈ പഠനം മനുഷ്യനിൽ നിന്നും ദേവത ആകുന്നതിൻ്റെതാണ്. അത് ബാബ തന്നെയാണ് ഇരുന്ന് പഠിപ്പിക്കുന്നത്. ഇവിടെ എല്ലാവരും മനുഷ്യർ തന്നെ മനുഷ്യരാണ്. ദേവതയ്ക്ക് ടീച്ചറായി പഠിപ്പിക്കാൻ തക്കവണ്ണം ഈ സൃഷ്ടിയിൽ വരാനേ സാധിക്കില്ല. പഠിപ്പിക്കുന്നവനായ ബാബയെ നോക്കൂ, എങ്ങനെയാണ് പഠിപ്പിക്കാൻ വരുന്നത്. പരംപിത പരമാത്മാവ് ഒരു രഥം സ്വീകരിക്കുന്നു എന്ന് മഹിമയുമുണ്ട്. ഏത് രഥമാണ് സ്വീകരിക്കുന്നത് എന്നത് പൂർണ്ണമായും എഴുതുന്നില്ല. ത്രിമൂർത്തിയുടെ രഹസ്യവും ആരും മനസ്സിലാക്കുന്നില്ല. പരംപിത എന്നാൽ പരം ആത്മാ. ആ ഒന്ന് എങ്ങനെയാണോ തൻ്റെ ആ പരിചയം നൽകുമല്ലോ. അഹങ്കാരത്തിൻ്റെ കാര്യമേ ഇല്ല. മനസ്സിലാക്കാത്തത് കാരണം ഈ ഒന്നിൽ അഹങ്കാരമുണ്ട് എന്ന് പറയുന്നു. ഈ ബ്രഹ്മാവ് ഞാൻ പരമാത്മാവാകുന്നു എന്ന് പറയുന്നില്ല. ഇത് വിവേകത്തിൻ്റെ കാര്യമാണ്. ഇതാകട്ടെ ബാബയുടെ മഹാവാക്യമാണ്. സർവ ആത്മാക്കളുടെയും പിതാവ് ഒന്നാണ്. ഇദ്ദേഹത്തെ ദാദ എന്ന് പറയുന്നു. ഇദ്ദേഹം ഭാഗ്യശാലി രഥമാണല്ലോ. പേരും ബ്രഹ്മാവ് എന്ന് വച്ചിരിക്കുന്നു. കാരണം ബ്രാഹ്മണർ വേണമല്ലോ. ആദിദേവൻ പ്രജാപിത ബ്രഹ്മാവാണ്, പ്രജകളുടെ പിതാവാണ്. ഇപ്പോൾ പ്രജകൾ ആരാണ്? പ്രജാപിത ബ്രഹ്മാവ് ശരീരധാരിയാണ്. അപ്പോൾ അഡോപ്റ്റ് ചെയ്തുവല്ലോ. കുട്ടികൾക്ക് ശിവ് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളെല്ലാ ആത്മാക്കളും സദാ എൻ്റെ കുട്ടികൾ തന്നെയാണ്. ഞാൻ നിങ്ങളെ ആക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ആത്മാക്കളായ നിങ്ങളുടെ അനാദി പിതാവാണ്. ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. വീണ്ടും പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ മുഴുവൻ പഴയ ലോകത്തിൻ്റെയും സന്യാസം ചെയ്യുന്നു. ബുദ്ധി കൊണ്ട് അറിയുന്നുണ്ട് എല്ലാവരും ഈ ലോകത്തിൽ നിന്നും തിരികെ പോകും. സന്യസിച്ച് കാട്ടിലേക്ക് പോകണം എന്നല്ല, മുഴുവൻ ലോകത്തിൻ്റെയും സന്യാസം ചെയ്ത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകും. അതിനാൽ ഒരു ബാബയല്ലാതെ ഒരു വസ്തുവും ഓർമ്മ വരരുത്. 60 വയസ്സാകുമ്പോൾ പിന്നെ വാണിക്കുപരി വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ വാനപ്രസ്ഥത്തിൻ്റെ കാര്യം ഇപ്പോഴത്തേതാണ്. ഭക്തിമാർഗത്തിലാണെങ്കിൽ വാനപ്രസ്ഥത്തെക്കുറിച്ച് ആർക്കും അറിയുകയില്ല. വാനപ്രസ്ഥത്തിൻ്റെ അർത്ഥം പറയുവാൻ സാധിക്കില്ല. വാണിക്ക് ഉപരി എന്ന് മൂലവചനത്തെയാണ് പറയുന്നത്. അവിടെ എല്ലാ ആത്മാക്കളും നിവസിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. എല്ലാവർക്കും വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ആത്മാവ് ഭൃഗുടിയുടെ മധ്യത്തിൽ തിളങ്ങുന്ന നക്ഷത്രമാണ് എന്ന് ശാസ്ത്രങ്ങളിൽ കാണിക്കുന്നു. ചിലർ വിചാരിക്കുന്നു ആത്മാവ് അങ്കുഷ്ടം, അതായത് പെരുവിരൽ പോലെയാണ്. അങ്കുഷ്ടം പോലെ തന്നെ ഓർമ്മിക്കുന്നു. സ്റ്റാറിനെ എങ്ങനെ ഓർമ്മിക്കും? പൂജ എങ്ങനെ ചെയ്യും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ ദേഹാഭിമാനത്തിൽ എപ്പോഴാണോ വരുന്നത് അപ്പോൾ പൂജാരിയായി മാറുന്നു. ഭക്തിയുടെ സമയം ആരംഭിക്കുന്നു. അതിനെ ഭക്തി കൾട്ട് എന്ന് പറയുന്നു. ജ്ഞാന കൾട്ട് വേറെയാണ്. ജ്ഞാനവും ഭക്തിയും ഒരുമിച്ചുണ്ടാവുക സാധ്യമല്ല. പകലും രാത്രിയും ഒരുമിച്ചുണ്ടാവുക സാധ്യമല്ല. പകൽ എന്ന് സുഖത്തെ പറയുന്നു, രാത്രി എന്ന് ദുഃഖത്തെ, അതായത് ഭക്തിയെ പറയുന്നു. പ്രജാപിത ബ്രഹ്മാവിൻ്റെ പകലും പിന്നെ രാത്രിയും എന്ന് പറയുന്നു. അപ്പോൾ പ്രജയും ബ്രഹ്മാവും തീർച്ചയായും രണ്ടുപേരും ഒരുമിച്ചായിരിക്കുമല്ലോ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ബ്രാഹ്മണർ തന്നെയാണ് പകുതി കൽപ്പം സുഖം അനുഭവിക്കുന്നത്, പിന്നെ പകുതി കൽപ്പം ദുഃഖമാണ്. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാവർക്കും ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല എന്നതും അറിയുന്നുണ്ട്. എന്നിരുന്നാലും ബാബ സ്വയം മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ, എന്നെ ഓർമ്മിക്കൂ.
അപ്പോൾ നിങ്ങൾ പാവനമായി മാറും. ഈ സന്ദേശം എല്ലാവർക്കും എത്തിക്കണം. സർവീസ് ചെയ്യേണ്ടതുണ്ട്. ആര് സർവീസേ ചെയ്യുന്നില്ലയോ അവർ പുഷ്പങ്ങളല്ല. പൂന്തോട്ടക്കാരൻ പൂന്തോട്ടത്തിൽ വരുമ്പോൾ ആ ഒന്നിൻ്റെ മുന്നിൽ പുഷ്പങ്ങൾ തന്നെയാണ് വേണ്ടത്. അവർ സർവീസബിളാണ്. വളരെ പേരുടെ മംഗളം ചെയ്യുന്നു. ആർക്ക് ദേഹാഭിമാനമുണ്ടോ അവർ നമ്മൾ പുഷ്പമേ അല്ല എന്ന് സ്വയവും മനസ്സിലാക്കും. ബാബയുടെ മുന്നിൽ നല്ല നല്ല പുഷ്പങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ബാബയുടെ ദൃഷ്ടി അവരുടെ മേൽ പോകും. നല്ല ഡാൻസും നടക്കും. ഡാൻസിങ് ഗേളിൻ്റെ ഉദാഹരണമുണ്ട്. സ്കൂളിലും ടീച്ചർ അറിയുന്നുണ്ടല്ലോ ആരാണ് നമ്പർ 1, ആരാണ് നമ്പർ 2, 3 എന്നെല്ലാം. ബാബയുടെയും അറ്റൻഷൻ സർവീസ് ചെയ്യുന്നവരുടെ നേർക്ക് പോകും. ഹൃദയത്തിലും അവർ കയറുന്നു. ഡിസ്സർവീസ് ചെയ്യുന്നവർ ഹൃദയത്തിൽ കയറുന്നില്ല. ബാബ ഏറ്റവും ആദ്യത്തെ മുഖ്യമായ കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു. സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിക്കൂ. അപ്പോൾ ബാബയുടെ ഓർമ്മ നിലനിൽക്കും. ദേഹാഭിമാനം ഉണ്ടായിരിക്കുമെങ്കിൽ ബാബയുടെ ഓർമ്മ നിലനിൽക്കില്ല. ലൗകിക സംബന്ധികളുടെ നേർക്ക്, തൊഴിൽ കാര്യങ്ങളുടെ നേർക്ക് ബുദ്ധി പോകും. ദേഹി അഭിമാനി ആകുന്നതിലൂടെ പാരലൗകിക പിതാവ് തന്നെ ഓർമ്മ വരും. ബാബയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കേണ്ടതാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. ഇതിൽ പ്രയത്നമുണ്ട്, ഏകാന്തത വേണം. 7 ദിവസത്തെ ഭട്ടിയുടെ കോഴ്സ് വളരെ കടുത്തതാണ്. ആരും ഓർമ്മ വരരുത്. ആർക്കെങ്കിലും കത്ത് പോലും എഴുതാൻ സാധിക്കില്ല. തുടക്കത്തിൽ നിങ്ങളുടെ ഈ ഭട്ടി ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരെയും വയ്ക്കാൻ സാധിക്കില്ല. അതിനാൽ പറയുന്നു, വീട്ടിലിരുന്നു കൊണ്ടും പ്രാക്ടീസ് ചെയ്യൂ. ഭക്തരും ഭക്തിക്ക് വേണ്ടി പ്രത്യേകം മുറി ഉണ്ടാക്കുന്നു. ഉള്ളിൽ മുറിയിലിരുന്ന് മാല സ്മരിക്കുന്നു. ഈ ഓർമ്മയുടെ യാത്രയിലും ഏകാന്തത ആവശ്യമാണ്. ഒരു ബാബയെ തന്നെ ഓർമ്മിക്കണം. ഇതിൽ എന്തെങ്കിലും സംസാരിക്കേണ്ട ആവശ്യമേയില്ല. ഈ ഓർമ്മയുടെ അഭ്യാസത്തിന് ഒഴിവു സമയം ആവശ്യമാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, ലൗകിക പിതാവാണ് പരിധിയുള്ള ക്രിയേറ്റർ. ഇത് പരിധിയില്ലാത്തതാണ്. പ്രജാപിത ബ്രഹ്മാവ് പരിധിയില്ലാത്തതാണല്ലോ. കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നു. ശിവ് ബാബ അഡോപ്റ്റ് ചെയ്യുന്നില്ല. സദാ ആ ഒന്നിൻ്റെ കുട്ടികൾ തന്നെയാണ്. നിങ്ങൾ പറയും, ശിവ് ബാബയുടെ കുട്ടികളായ നമ്മൾ ആത്മാക്കൾ അനാദിയാണ്. ബ്രഹ്മാവ് നിങ്ങളെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നു. ഓരോ കാര്യവും നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടവയാണ്. ബാബ ദിവസവും കുട്ടികളെ മനസ്സിലാക്കിക്കുന്നു. ബാബയുടെ ഓർമ്മ നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നു. ബാബ പറയുന്നു, ഇതിൽ അല്പം സമയം കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. തീർത്തും സമയം കൊടുക്കാൻ സാധിക്കാത്ത ചിലരുണ്ട്. ബുദ്ധിയിൽ വളരെയധികം കാര്യങ്ങളുണ്ട്. പിന്നെ ഓർമ്മയുടെ യാത്ര എങ്ങനെ നടക്കും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. മുഖ്യമായ കാര്യം തന്നെ ഇതാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങൾ പാവനമായി മാറും. ഞാൻ ആത്മാവാണ്, ശിവ് ബാബയുടെ സന്താനമാണ്. ഇത് മന്മനാഭവ ആയല്ലോ. ഇതിൽ പ്രയത്നം ആവശ്യമാണ്. ആശീർവാദത്തിൻ്റെ കാര്യമേ ഇല്ല. ഇത് പഠനമാണ്. ഇതിൽ കൃപയോ ആശീർവാദമോ നടക്കുന്നില്ല. ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളുടെ മേൽ ഹസ്തം വയ്ക്കുന്നുണ്ടോ? നിങ്ങൾ അറിയുന്നുണ്ട്, പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നമ്മൾ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അമർ ഭവ, ആയുഷ്മാൻ ഭവ, ഇതിൽ എല്ലാം ഉൾപ്പെടുന്നു. നിങ്ങൾ ഫുൾ ഏജ്, അതായത് പൂർണ്ണ ആയുസ് നേടുന്നു. അവിടെ ഒരിക്കലും അകാല മൃത്യു ഉണ്ടാകുന്നില്ല. ഈ സമ്പത്ത് ഏതെങ്കിലും സാധു സന്യാസിമാർക്കോ മറ്റോ നൽകുവാൻ സാധിക്കില്ല. അവർ പുത്രവാൻ ഭവ എന്ന് പറയുന്നു. അപ്പോൾ മനുഷ്യർ വിചാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൃപയിലൂടെ കുട്ടിയുണ്ടായി എന്ന്. ആർക്ക് സന്താനമില്ലയോ അവർ പോയി അവരുടെ ശിഷ്യനാകും. ജ്ഞാനമാണെങ്കിൽ ഒരേ ഒരു തവണയാണ് ലഭിക്കുന്നത്. ഇതാണ് അവ്യഭിചാരി ജ്ഞാനം. അതിൻ്റെ പ്രാപ്തി പകുതി കൽപ്പം നടക്കുന്നു. പിന്നെ അജ്ഞാനമാണ്. ഭക്തിയെ അജ്ഞാനം എന്ന് പറയുന്നു. ഓരോ കാര്യവും എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിക്കപ്പെടുന്നു.
ശരി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയാണ്. അതിനാൽ ബുദ്ധി കൊണ്ട് സർവ്വതും സന്യസിച്ച് ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ഏകാന്തതയിൽ ഇരുന്ന് അഭ്യസിക്കണം. ഞാൻ ആത്മാവാണ്, ആത്മാവാണ്. സർവീസബിൾ പുഷ്പമാകണം. ദേഹാഭിമാനത്തിന് വശപ്പെട്ട് ഡിസ്സർവീസ് ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു കർമ്മവും ചെയ്യരുത്. വളരെ പേരുടെ മംഗളത്തിന് നിമിത്തമാകണം. അല്പം സമയം ഓർമ്മയ്ക്ക് വേണ്ടി തീർച്ചയായും കണ്ടെത്തണം. വരദാനം. പരമാത്മാ ജ്ഞാനത്തിൻ്റെ നവീനതയായ പവിത്രത ധാരണ ചെയ്യുന്ന സർവ മോഹങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കട്ടെ. ഈ പരമാത്മാ ജ്ഞാനത്തിൻ്റെ നവീനത തന്നെ പവിത്രതയാണ്. ലഹരിയോടെ പറയുന്നു, തീയും പഞ്ഞിയും ഒരുമിച്ചിരുന്നാൽ പോലും തീ പിടിക്കുക സാധ്യമല്ല. വിശ്വത്തോടുള്ള നിങ്ങളേവരുടെയും ചാലഞ്ചാണ്. പവിത്രതയില്ലാതെ യോഗിയും ജ്ഞാനി ആത്മാവും ആകാൻ സാധിക്കില്ല. പവിത്രത എന്നാൽ സമ്പൂർണ്ണ മോഹമുക്തം. ഏതെങ്കിലും വ്യക്തിയോടോ സാധനങ്ങളോടോ പോലും മോഹം ഉണ്ടാകരുത്. ഇങ്ങനെയുള്ള പവിത്രതയിലൂടെ തന്നെയാണ് പ്രകൃതിയെ പാവനമാക്കുന്നതിൻ്റെ സേവനം ചെയ്യാൻ സാധിക്കുന്നത്. സ്ലോഗൻ. പവിത്രത താങ്കളുടെ ജീവിതത്തിൻ്റെ മുഖ്യ ഫൗണ്ടേഷനാണ്. ഭൂമി പിളർന്നാലും ധർമ്മം ഉപേക്ഷിക്കരുത്. ഓം ശാന്തി. ഞാൻ ആത്മാവ് ഒരു തിളങ്ങുന്ന നക്ഷത്രമായി ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തമാണ്. പീസ് ഹൗസാണ്. ശാന്തിയുടെ സ്വരൂപമാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിക്കുകയാണ്. പരമധാമത്തിൽ ശാന്തിയുടെ സാഗരമായ പരമജ്യോതിസായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ആ കിരണങ്ങൾ ഇപ്പോൾ താഴേക്ക് വരികയാണ്. എന്നിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് നാനാഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലും ശാന്തിയുടെ ഈ തരംഗങ്ങൾ എത്തിച്ചേരുകയാണ്. മുഴുവൻ
വിശ്വത്തിലും അനേകം ആത്മാക്കൾ അനേകം കാരണങ്ങളാൽ അശാന്തിയുടെ ജ്വാലയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തിയുടെ ഈ തരംഗങ്ങൾ ശീതളമായ വൈബ്രേഷൻസ് 4 ഭാഗത്തും വ്യാപിച്ച് ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അശാന്തിയുടെ അഗ്നിയെ അണയ്ക്കുന്നു. ആ സർവ ആത്മാക്കളുടെയും മനസ്സ് ശാന്തമായി കൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ വിശ്വത്തിലും ഡീപ് സൈലൻസ് രചിക്കപ്പെടുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. സൂക്ഷ്മലോകത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. ഞാൻ ബാപ് ദാദയുടെ കൂടെയാണ്. ബാബയുടെ മസ്തകത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ ലോകത്തിൽ വ്യാപിക്കുന്നു. ശാന്തിയുടെ സാഗരത്തിൻ്റെ ശാന്തിയുടെ സമ്പൂർണ്ണ പ്രവാഹം വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളിലും എത്തിച്ചേരുന്നു. ഞാനും ബാബയുടെ കൂടെ പീസ് ഹൗസായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എൻ്റെ മസ്തകത്തിൽ നിന്നും എൻ്റെ നയനങ്ങളിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ മുഴുവൻ ലോകത്തിലും വ്യാപിക്കുകയാണ്.
സൂക്ഷ്മ ലോകത്തിൽ നിന്നും ബാപ് ദാദയോടൊപ്പം ഞാനും ശാന്തിയുടെ വൈബ്രേഷൻസ് മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു. ലോകത്തിലെ അനേകം ആത്മാക്കൾ ശാന്തിയുടെ അനുഭവം നേടി ശാന്തിയുടെ സാഗരമായ ബാബയിലേക്ക് ആകർഷിതരാകുന്നു. ഇപ്പോൾ ഞാൻ തിളങ്ങുന്ന മണിയായ ആത്മാവ് സൂക്ഷ്മ ദേഹത്തിൽ നിന്നും വേർപെട്ട് ശാന്തിധാമം ആകുന്ന എൻ്റെ ആത്മഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഞാൻ ശാന്തിധാമത്തിലാണ്. ഇവിടെ 4 ഭാഗത്തും അസീമമായ ശാന്തിയാണ്. എൻ്റെ ചിത്തം സമ്പൂർണ്ണ ശാന്തിയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ മുന്നിൽ ശാന്തിയുടെ സാഗരത്തെ ഞാൻ ദർശിക്കുന്നു. ശാന്തി സാഗരത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ മുഴുവൻ ലോകത്തിലേക്കും വ്യാപിക്കുകയാണ്. ഞാൻ ആത്മാവ് മാസ്റ്റർ ശാന്തി സാഗരമാണ്. ശാന്തി സാഗരമായ ബാബയോടൊപ്പം മുഴുവൻ വിശ്വത്തിലേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുകയാണ്. ശാന്തിയുടെ ഈ വൈബ്രേഷൻസ് സർവ ആത്മാക്കളെയും ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്നു.
ലോകത്തിൽ നിന്നും അശാന്തി മാഞ്ഞു പോവുകയാണ്. ശാന്തിയുടെ തരംഗങ്ങൾ പ്രാപ്തമാക്കി എല്ലാ ആത്മാക്കളുടെയും ചിത്തം ശാന്തമാകുന്നു. അന്തരീക്ഷം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങൾ നിറഞ്ഞ് സമ്പൂർണ്ണ ശാന്തമാകുന്നു. ഞാനും ശാന്തി സാഗരവുമായി കമ്പൈൻഡ് ആയിരിക്കുന്നു. എന്നിലും സമ്പൂർണ്ണ ഈശ്വരീയ ശാന്തിയുടെ നിറവ് ഞാൻ അനുഭവിക്കുന്നു. പരമാത്മാ ശാന്തിയാൽ നിറഞ്ഞിരിക്കുന്ന ഞാൻ ആത്മാവ് താഴേക്ക് വരുന്നു. സൂക്ഷ്മ ലോകത്തിലേക്ക്, എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ പ്രകാശം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ഫരിഷ്തയായ ഞാൻ ശാന്തിയുടെ പ്രകാശം നാനാഭാഗത്തും വ്യാപിപ്പിച്ചുകൊണ്ട് താഴേക്ക് വരുന്നു. ആകാശം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങളാൽ നിറയുന്നു. മുഴുവൻ പ്രകൃതിയും ശാന്തിയുടെ കിരണങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഫരിഷ്തയായ ഞാൻ എൻ്റെ സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയായി ദേഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹം മുഴുവൻ ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ വ്യാപിച്ച് സർവ കർമ്മേന്ദ്രിയങ്ങളും സമ്പൂർണ്ണ ശീതളവും ശാന്തവും ആകുന്നു. ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഈശ്വരീയ ശാന്തി നിറയുന്നു. എൻ്റെ ശരീരവും മനസ്സും ശാന്തിയുടെ ശക്തിയാൽ സമ്പന്നം ആയിരിക്കുന്നു.